ഹായ് ഫ്രണ്ട്സ്, ദേ നോക്കിക്കേ, ഈ പരിപ്പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് നെയ്യിട്ട് നമുക്കൊരു കുക്കറിൽ നെയ്യ് ഒഴിച്ച് പരിപ്പിട്ട് കൊടുത്ത് നമുക്കൊന്നത് ഫ്രൈ ചെയ്തെടുക്കാം. ഒത്തിരി ഫ്രൈ ആകണ്ട, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മാത്രം മതി. കണ്ടോ, ദേ ഈ ഒരു പരിവം മാത്രമായാൽ മതി. ഇനി നമുക്കതിലേക്ക് അതിന് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. കണ്ടോ, ശർക്കര ഇവിടെ ഉരുക്കി വന്നിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ തേങ്ങാപ്പാലെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ പരിപ്പ് തേ നോക്കിക്കേ, നന്നായിട്ട് തന്നെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കണ്ടോ, ഇനി നമുക്ക് സെക്കൻഡ് പാലെടുത്ത് ചേർക്കാം. കുറേശ്ശെ ചേർത്ത് കൊടുക്കുക പരിപ്പിൽ. അതൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. കണ്ടോ, ഇനി നമ്മുടെ ശർക്കര നീര് ഒഴിച്ചു കൊടുക്കുക. തിളച്ച് വരുമ്പോൾ ശർക്കര നീരും ഒഴിച്ച് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. കണ്ടോ, ഇനിയിപ്പോൾ അതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ ഫസ്റ്റ് പാല് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞ് നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാനിൽ അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കശുവണ്ടിയും കിസ്മിസും അതേപോലെ എള്ളും വറുത്തെടുക്കാം. ഇനി നമുക്ക് അതൊന്ന് അതിലേക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി. ലാസ്റ്റ് ഇത്തിരി ഏലക്കപ്പൊടി കൂടി ചേർത്ത് കഴിഞ്ഞാൽ പണി തീർന്നു. ഇനി നമ്മുടെ പായസം ഇവിടെ ഒന്ന് ചൂടാറണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. പായസം എപ്പോഴും ചൂടാറി കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കണ്ടോ, ഇത്ര ഉള്ളപ്പോൾ നമ്മുടെ പായസത്തിൻ്റെ പരിപാടി. ഇനി നമ്മുടെ പായസത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറിയിട്ടുണ്ട്. കണ്ടോ, നേരത്തേനേലും കുറച്ച് കട്ടിയായിട്ടുണ്ട് നമ്മുടെ പായസം. ഇനി നമുക്ക് ആ പായസം നമുക്ക് ഗ്ലാസ്സിലൊന്ന് വെച്ച് കുടിച്ച് നോക്കിയാലോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ ചെയ്തിട്ടില്ലെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. കണ്ടോ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഓക്കെ, ബൈ.